നിലമ്പൂർ ഒരു വർഗീയ കോമരങ്ങളുടെ പൂമരമായിട്ടാണ് നിന്നതെങ്കിൽ അവിടുത്തെ വോട്ടർമാർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. രാഷ്ട്രീയക്കാരേക്കാൾ രാഷ്ട്രീയം അവിടുത്തെ വോട്ടർമാർ നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. നിലമ്പൂരിലെ രാഷ്ട്രീയം കെട്ടുപോകാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ സത്ത കെട്ടുപോകാതെ അവർ കാത്തു സൂക്ഷിച്ചു. തീർച്ചയായിട്ടും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എനിക്കും നേരത്തെ നമ്മുടെ പ്രോഗ്രാമിനിടയിലൊക്കെ തന്നെ തോന്നിയതാണ്, തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയിൽ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഏവർക്കും നെറ്റ് ചൊളിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജാതി വോട്ടുകൾ സ്വന്തമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള മതവോട്ടുകളുടെയൊക്കെ പിന്നാലെ പോകുന്നത് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്നും ചർച്ച അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതിനൊക്കെ തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ UDF-ൻ്റെ നേട്ടം റിസൾട്ട് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നു. 11,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. ആ നേട്ടത്തെ അവർക്ക് മതിമറന്നു പോകാനുള്ളതായി കണക്കാക്കാൻ സാധിക്കുമോ? അതായത് നിലത്തുറച്ചു നിൽക്കണം, ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട്, പിഴവുകൾ പരിഹരിക്കാൻ ഏറെയുണ്ട്, ഓട്ടകൾ അടയ്ക്കാനുമുണ്ട് ഒട്ടേറെ. ഇത് തന്നെയല്ലേ മുന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾ? വളരെ സത്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി നടക്കാനിരിക്കുന്ന ഒരു റിലേ മത്സരത്തിൻ്റെ ഒന്നാമത്തെ ലാപ്പാണ്. ഈ ഒന്നാമത്തെ ലാപ്പിൽ അവർക്ക് ഏതാണ്ട് 40,000 വോട്ട് കണ്ണടച്ചുകൊണ്ട് കിട്ടുമെന്നുള്ളത് ഇപ്പോഴത്തെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സാഹചര്യത്തിൽ 11,000 വോട്ട് ചെറുതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം UDF ഇപ്പോൾ വിജയിച്ചത് തന്നെയാണ്. ആ മണ്ഡലത്തിലെ പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഉണ്ടായ പ്രശ്നങ്ങളും സംവാദങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ UDF ജയിച്ചത് തന്നെയാണ്. UDF-ൻ്റെ ക്രെഡിറ്റിന് ഒട്ടും കുറവ് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഈ മങ്ങിയ ഒരു വിജയത്തേക്കാൾ കുറച്ചുകൂടെ കൂടിയത് നേടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിജയത്തിനേക്കാൾ കുറച്ചുകൂടെ തെളിഞ്ഞ വിജയം ഉണ്ടാകാമായിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും കൂടെ. തീർച്ചയായിട്ടും 77,737 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ പിടിച്ചത്. പക്ഷേ നോക്കുമ്പോൾ 19,760 വോട്ട് PV അൻവർ പിടിച്ചിരിക്കുകയാണ്.